നിപ്പയുടെ ഭീതി നിലനിൽക്കെ പാലക്കാട് മണ്ണാർക്കാട് പെരിഞ്ഞോളത്ത് വവ്വാൽ ചത്തു വീണത് പ്രദേശവാസികളിൽ ആശങ്ക പരത്തി. നഗരസഭാ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, നമുക്കാദ്യം അവരുടെ വാക്കുകളിലേക്ക്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കേസ് ഇതുപോലെ മറ്റ് പഞ്ചായത്തുകളിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇതുപോലെ കേസുകളുണ്ട്. ഇന്നിപ്പോൾ പുതുപ്പരിയാരത്ത് ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലമായതുകൊണ്ട് അവിടുന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഡോക്ടറെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിൻ്റെ പരിസരത്തൊക്കെ ഇങ്ങനത്തെ ഇൻസിഡൻസ് സാധാരണ കാണുന്ന ആരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഇപ്പം അങ്ങനെ വരും. ഇതിപ്പോൾ ഇലക്ട്രിക് ലൈനിൻ്റെ താഴെയാണ്, ചാൻസസ് ആർ റെയർ, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഷോക്ക് അടിച്ചതാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ആളുകളെ അങ്ങനെ പാനിക്കാക്കേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് ആക്റ്റീവ് ആയിരിക്കാൻ പറ്റില്ല. ആ വിജിലൻസ് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അതെടുക്കും. ഇപ്പോൾ ബയോഹസാർഡ് മെറ്റീരിയൽസിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുകയാണ്. അരുൺ, ഏറെ ആശങ്ക ഉണർത്തുന്ന വാർത്ത തന്നെയാണ്. നമുക്കറിയാം, നിപ്പ ബാധ സ്ഥിരീകരിച്ച ജില്ലയാണ് പാലക്കാട്. സ്വാഭാവികമായും വവ്വാൽ എന്ന പക്ഷിയിൽ നിന്നാണ് ഈ രോഗം പടരുന്നത് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയിൽ വവ്വാൽ ചത്തു വീണത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ വന്ന് ഈ വവ്വാൽ ചത്തു കിടന്നത് അല്ലെങ്കിൽ ചത്ത വവ്വാലിനെ കൂടുതൽ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്? അരുൺ ആലത്തൂർ. വിനോദ്, പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ള പാലക്കാട് മണ്ണാർക്കാട് നട്ടുകൽ ഭാഗത്താണ്. മണ്ണാർക്കാട് തന്നെയുള്ള പെരിഞ്ഞോളത്താണ് ഇത്തരത്തിൽ ഒരു വവ്വാലിനെ ചത്ത നിലയിൽ ആളുകൾ കാണുന്നത്. രാവിലെ ഒരു 12 മണിയോടുകൂടെയാണ് ഇത്തരത്തിൽ ഈ വവ്വാലിനെ ചത്ത നിലയിൽ റോഡരികിൽ കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ നഗരസഭാ അധികൃതരെയും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരെയും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നഗരസഭാ കൗൺസിലർമാരും ആരോഗ്യ പ്രവർത്തകരും വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ സ്ഥലത്തെത്തുകയുണ്ടായി. തുടർന്ന് ഇത് പരിശോധിച്ച് അതിൻ്റെ സാമ്പിൾ ഇപ്പോൾ അവർ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പ്രദേശവാസികളിൽ ആ സംഭവം വലിയ ഒരു ഭീതി പരത്തുന്ന ഒരു സ്ഥിതി തന്നെയാണ്. നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ണാർക്കാട് നാട്ടുകല്ലിൽ 38-കാരിക്ക് നിപ്പ സ്ഥിരീകരിക്കുന്നു. ഒപ്പം 100ഓളം ആളുകൾ ക്വാറന്റൈനിൽ കഴിയുന്നു. അവരെല്ലാം ഈ രോഗിയുടെ തന്നെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുണ്ട്. ഈ യുവതിയുടെ വീടിന് സമീപത്താണെങ്കിൽ ധാരാളം വവ്വാലുകളെ കാണുകയും അത് നേരത്തെ തന്നെ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുൾപ്പെടെ നാട്ടുകാർ ആരോപണമൊക്കെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വവ്വാലിനെ ചത്ത നിലയിൽ കാണുന്നത്. ഏതായാലും നാട്ടുകാരുടെ ഇടയിൽ വലിയ ഭീതി പരത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാക്കിയത്. ഏതായാലും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയൊക്കെ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ ഈ ഇതിൻ്റെ സാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ ലൈൻ കമ്പിക്ക്, ഇലക്ട്രിക് ലൈൻ കമ്പിയുടെ അടിവശത്തായിട്ടാണ് ഈ വവ്വാൽ ചത്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഷോക്കേറ്റ് താഴെ വീണതായിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് പരിശോധന നടത്തിയ വെറ്റിനറി ഡോക്ടർമാരും മറ്റും പറയുന്നത്. എങ്കിൽ പോലും ഇതിലേതെങ്കിലും തരത്തിലുള്ള ഈ നിപ്പ രോഗവുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ളതും പരിശോധിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാമ്പിളുകൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകൾ പാലക്കാട് ഉള്ള റീജിയണൽ ലാബിലേക്കാണ് ആദ്യം കൊണ്ടുവരിക. ഇവിടെ നിന്നും അത് പാലോടുള്ള ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. ആ പാലോടുള്ള ലാബിലെ പരിശോധനാ ഫലം വരുമ്പോൾ മാത്രമേ ഇതിനേതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ പരത്തുന്ന വവ്വാലാണോ ഇതെന്ന കാര്യത്തിലൊക്കെ ഒരു അനുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിലവിലേതായാലും ഈ ചത്ത വവ്വാലിൽ നിന്ന് അതിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പ്രാഥമിക പരിശോധനയിൽ ഷോക്കേറ്റ് ഈ വവ്വാൽ ചത്തതാവാം എന്നുള്ളതാണ് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നത്. തീർച്ചയായും നിപ്പ രോഗം സ്ഥിരീകരിച്ച പാലക്കാടാണ് സസ്തനി ഇനത്തിൽപ്പെട്ട വവ്വാൽ ചത്തു വീണത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത്. പക്ഷേ ആരോഗ്യ പ്രവർത്തകർ വന്ന് ഈ ചത്ത വവ്വാലിനെ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് സമീപത്തെ ലൈൻ കമ്പിയിൽ നിന്നും ഷോക്കേറ്റാകാം ഈ വവ്വാൽ ചത്തത് എന്നുള്ളതാണ്. പക്ഷേ പരിശോധനാ ഫലം കൂടി പുറത്തു വരേണ്ടതുണ്ട്. വലിയ ആശങ്കയിലാണ് നാട്ടിലുള്ള ജനങ്ങൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.